മുത്തുംപുഴത്തിലേക്ക് വീണ്ടും സുസ്വാഗതം. ഒ.എൻ.വി. സാറിൻ്റെ ചലച്ചിത്ര ഗാന സബരിയിലൂടെയുള്ള യാത്ര തുടരുകയാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ നമ്മൾ ചലച്ചിത്ര ഗാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ അദ്ദേഹം സ്ഥിരമായി ഉപയോഗിക്കുന്നൊരു പദമുണ്ട്, പാടുക അല്ലെങ്കിൽ പാടി, പാട്ട് എന്നൊക്കെയുള്ള വാക്ക്. ഇത് എനിക്ക് തോന്നുന്നു ഒരു 100 പാട്ടെടുത്താൽ 95 ഉണ്ട്. അതാണ് നമ്മൾ എത്രയോ കാലമായി ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നൊരു പുതിയ ചിത്രമാണ് സന്ധ്യയ്ക്ക് വിരിഞ്ഞ പൂവ്. പി.ജി. വിശ്വംഭര സാറാണ് ഇതിൻ്റെ സംവിധായകൻ. ഒ.എൻ.വി. സാർ, ഇളയരാജ സാറിൻ്റെ കോമ്പിനേഷനിലെ അതിമനോഹരമായ 3 ഗാനങ്ങൾ ഇതിലുണ്ട്. 3 ഗാനങ്ങളിലും ഈ വാക്കുണ്ട്. നമുക്ക് കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ സന്ധ്യയ്ക്ക് വിരിഞ്ഞ പോലെ ആദ്യത്തെ ഗാനത്തെക്കുറിച്ച് പറയാം. യേശുദാസ് സാറാണ് ആലപിച്ചതാണ്. പ്രത്യേക ജോണറുള്ള അതിമനോഹരമായ ഗാനമാണ്. തുടങ്ങുന്നതിന് എങ്ങനെയാണ് പല്ലവി? ബുൾബുൾ ബുൾബുൾ മൈനേ, ബുൾബുൾ ബുൾബുൾ മൈനേ, ഇന്നൻ പനി നീർത്തോപ്പിൽ എൻ്റെ കുഞ്ഞിക്കുറുമൊഴി പാടാത്തു, തേനോ അമൃതോ തേനോ ഇളനീരമൃതോ, നിന്റെ ഗാനം കുളിർമഴ പെയ്യാത്തു, ബുൾബുൾ ബുൾബുൾ മൈനേ. ഉണ്ടായിരുന്നു തുടക്കത്തിൽ പല്ലവിയിൽ തുടങ്ങുന്ന തന്നെ ബുൾബുൾ മൈനെ, ഇന്നൻ പനിനീർത്തോപ്പിൽ എൻ്റെ കുഞ്ഞിക്കുറുമൊഴി പാടാത്തു. പാടാത്തു എന്ന് മൈന വന്നു. അപ്പോൾ തന്നെ പുറകെ ഉടൻ തന്നെ ബുൾബുൾ ആയതുകൊണ്ട് വന്നില്ല, പുറകെ വരുന്നുണ്ട്. ഉടൻ തന്നെ പാടാത്തു എന്നുള്ള വാക്ക് വന്നു. സാധാരണ മൈന വരുമ്പോൾ ഉടൻ പാടി, കുയിലുകൾ പാടി, ഇതാണ് വരുന്നത് സാധാരണ. തപ്പും തുടിയൊക്കെ ഉണ്ട്. ഇതിലിതാ ബുൾബുൾ എന്നുള്ള ശബ്ദത്തിൽ മൈനെ പറഞ്ഞിട്ട് പിറകിൽ വരുന്നുണ്ട് നമ്മുടെ വാക്ക്. അതിനെ അനുസന്ധാനം ചെയ്ത് വന്നിരിക്കുകയാണ്. എൻ്റെ കുഞ്ഞിക്കുറുമൊഴി എന്തേ പാടാത്തു. പല്ലവിയിൽ ഇങ്ങനെയാണ് പ്രയോഗം. ചരണം തുടങ്ങുന്നത് നിന്നിളമ്മേനി തഴുകിടുമ്പോൾ, തെന്നലിൻ കൈകൾ കുളിർത്തിടുമ്പോൾ, ആ കുളിരോളത്തിൽ ആ കുളിരോളത്തിൽ നീന്തിത്തുടിച്ചൊരു നീർക്കിളി പാടുന്നു, മോഹമാം നീർക്കിളി പാടുന്നു. ഇന്നൻ അങ്ങനെ കേട്ടോ, അവിടെയും എൻ മോഹമാം നീർക്കിളി പാടുന്നു, അവിടെയും വന്നിരിക്കുന്നു പാടുന്നു. അപ്പോൾ ഈ ഗാനത്തിൽ 2 പ്രാവശ്യം അദ്ദേഹം ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ഇതിലെ 2ാമത്തെ ഗാനം കൃഷ്ണേന്ദ്ര ചേട്ടനും എസ് ജാനകിയും കൂടെ ചേർന്ന് ആലപിച്ച പാട്ടാണ്. മഞ്ഞും കുളിരും കുഞ്ഞിക്കിളിയും, മഞ്ഞും കുളിരും കുഞ്ഞിക്കിളിയും, മന്ദാരക്കാട്ടിൽ വിരുന്നൊരുങ്ങി, ചിങ്ങനീലാവും ചിത്തിരപ്പൂവും ആടി നൃത്തമാടി, ആടി നൃത്തമാടി. പല്ലവി ഇങ്ങനെ മനോഹരമായി ആരംഭിക്കുന്നു. മഞ്ഞും കുളിരും കുഞ്ഞിക്കിളിയും. ഇതിന്റെ അനുപല്ലവിലേക്ക് കടക്കാം. വെൺമൂകിൽ മഞ്ചലിലേറി വരുന്നൊരു ഗന്ധർവ ബാലകരെ, ഈ മണ്ണിൻ്റെ മാറിലെ സൗന്ദര്യ ഗോപുരം, ഈ മണ്ണിൻ്റെ മാറിലെ സൗന്ദര്യ ഗോപുരം കണ്ടുമടങ്ങുമ്പോൾ, വിണ്ണിലേ സുന്ദരിമാരൊത്ത് ഭൂമിയെ വർണ്ണിച്ചു പാടുകില്ലേ നിങ്ങൾ, ഭൂമിയെ വർണ്ണിച്ചു പാടുകില്ലേ. കണ്ടോ, ഭൂമിയെ വർണ്ണിച്ച സുന്ദരിമാരോടൊത്ത് ഈ ഭൂമിയെ വർണ്ണിച്ചു പാടുകില്ലേ എന്നാണ് അദ്ദേഹം അനുപല്ലവിയിൽ ആ പ്രയോഗം നടത്തിയിട്ടുണ്ട്. 2 ഗാനങ്ങളിലും ഈ വാക്ക് വന്നിട്ടുണ്ട്. അടുത്തൊരു എവർഗ്രീൻ ഹിറ്റ് സോങ് ആണ് 3ാമത്തെ ഗാനം. ശരിക്കും പറഞ്ഞാൽ മമ്മൂട്ടി സാർ ആദ്യകാലത്ത് പാടി വന്നതിൽ അദ്ദേഹത്തിന് കിട്ടിയ നല്ല ഗാനങ്ങളിൽ ഒരു ഗാനമാണെന്ന് ഞാൻ പറയും. അതൊരു സോളോ ദാസാറാണ് ആലപിച്ചിരിക്കുന്നത്. മിഴിയിൽ മീൻ പിടഞ്ഞു, മൊഴിയിൽ തേൻ കിനിഞ്ഞു, പറയൂ നിൻ നെടുവീർപ്പിൽ
ഒരു പൂ വിരിയും ശ്രുതിയോ ദേവി മിഴിയിൽ മീൻ പിടഞ്ഞു. രസകരമായാണ് എൻ്റെ പല്ലവി ആരംഭിക്കുന്നത്. വർണ്ണിക്കുകയാണ്. മിഴിയിൽ മീൻ പിടഞ്ഞു, മൊഴിയിൽ തേൻ കിനിഞ്ഞു. മനസ്സിലായില്ലേ? നിന്റെ നെടുവീർപ്പിൽ ഒരു പൂവിൻ്റെ ശ്രുതി തന്നെ വിടരുന്നു എന്ന് പറഞ്ഞാണ് പല്ലവി ആരംഭിക്കുന്നത്. അനുപല്ലവിൽ ഇതാ വരുന്നു. നിന്നെ ഇന്ന് ഉണർത്താൻ പൊൻതുടിയുമായി ആരോ പോന്നു, വാടാവിളക്കേന്തി വാതിൽ തുറന്നാരോ. വാടാവിളക്കേന്തി വാതിൽ തുറന്നാരോ. ശ്രീപത്മപാദം തേടുന്നു ഞാൻ, സോപാനഗാനം പാടുന്നു ഞാൻ, മിഴിയിൽ മീൻ പിടഞ്ഞു. കണ്ടോ? അപ്പോൾ വീണ്ടും കണ്ട, ശ്രീപത്മ പാദം തേടുന്നു, സോപാനഗാനം പാടുന്നു. ഗായനല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും പാടും. ഗാനം വന്നു കഴിഞ്ഞാൽ ഉടൻ പാടേണ്ടി വരും. അപ്പോൾ സോപാനഗാനം ഇതാ പാടിയിരിക്കുന്നു. ഇവിടെയും ആ വാക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ മുത്തുമുഴത്തിൽ നമ്മൾ ഇന്ന് പറഞ്ഞ സന്ധിക്ക് വിരിഞ്ഞ പോകുക എന്നുള്ള ചിത്രത്തിലെ 3 ഗാനങ്ങളിലും ഈ സ്റ്റാമ്പുണ്ട്. അറിയാലോ, ഒരു ഗാനത്തിൽ 2 തവണയുണ്ട്, മറ്റുള്ള എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ ഇടയാ സാർ ഉണ്ണി സാറിൻ്റെ കോമ്പയിലായിരുന്നു ഈ ഗാനങ്ങളെല്ലാം. അപ്പോൾ എന്താ പറയുക, ഉണ്ണി സാറിൻ്റെ ആഴിയിലെ ആ മുത്തുകൾ, ഏത് മുത്ത്, പാട്ട് പാടുക എന്നുള്ള പാട്ട് തൻ്റെ ശിരസിൽ വഹിച്ചിരിക്കുന്ന ഗാനങ്ങൾ ഏതൊക്കെയാണെന്നുള്ള മുങ്ങിത്തപ്പാൻ വേണ്ടി വീണ്ടും യാത്ര തുടരുകയാണ്. അതുവരെ എല്ലാവർക്കും നന്മകൾ നേരുന്നു.